മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആരിഫും മുഹമ്മദ് ഖാനും തമ്മിലുള്ള വാപ്പോര് രാഷ്ട്രീയത്തിലേക്ക് വഴിമാറുകയാണ്. ഇത് കേരളത്തിന്റെ രാഷ്ട്രീയ സ്ഥിരതയെക്കുറിച്ചും ഭരണത്തെ ബാധിക്കുന്നതിനെക്കുറിച്ചും ആശങ്ക ഉയർത്തുന്നു. പരസ്യമായ ഈ ശാസിക്കൽ ഒരു ഞെരുക്കമായി തോന്നി. ഡിസംബർ 11 രാത്രി ഒരു നാടകീയമായ ചുവടുവെപ്പ് നടത്താൻ ഖാനെ പ്രേരിപ്പിച്ചു. തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിലേക്ക് പോകുന്നതിന്റെ യുടെ പ്രതിഷേധക്കാർ കാറിൽ ഇടിച്ചതായും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. രോഷാകുലനായ ഖാൻ കാറിൽ നിന്നു ഇറങ്ങി പ്രതിഷേധക്കാരെ വെല്ലുവിളിച്ചു. സർക്കാരിന്റെ തീരുമാനങ്ങളുമായി പൊരുത്തപ്പെടാത്ത ഖാന്റെ തീരുമാനങ്ങൾക്കെതിരെയാണ് ഭരണകക്ഷിയായ ഇടതു പാർട്ടികളുടെ പ്രതിഷേധം. ഖാൻ സഫോർണിസ് ചെയ്യാൻ ശ്രമിച്ചുവെന്നാണ് ഇടതുപക്ഷത്തിന്റെ ആരോപണം. കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളും ഖാനെ കേരളത്തിലെ ഒരു കാമ്പസിലും കയറ്റില്ലെന്ന് പ്രതിജ്ഞയെടുത്തു. സർക്കാരിന്റെ തീരുമാനങ്ങളുമായി പൊരുത്തപ്പെടാത്ത ഖാന്റെ തീരുമാനങ്ങൾക്കെതിരെയാണ് ഭരണകക്ഷിയായ ഇടതു പാർട്ടികളുടെ പ്രതിഷേധം. ഖാൻ സഫോർണിസ് ചെയ്യാൻ ശ്രമിച്ചുവെന്നാണ് ഇടതുപക്ഷത്തിന്റെ ആരോപണം. കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളും ഖാനെ കേരളത്തിലെ ഒരു കാമ്പസിലും കയറ്റില്ലെന്ന് പ്രതിജ്ഞയെടുത്തു. ഈ പ്രതിഷേധങ്ങളിൽ തളരാതെ ഡിസംബർ 16 മുതൽ 3 ദിവസം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഗസ്റ്റ് ഹൌസിൽ തങ്ങാൻ ഖാൻ തീരുമാനിച്ചു. അന്നു മുതൽ സമരങ്ങൾ തുടരുകയും ക്യാമ്പസിൽ പ്രദർശിപ്പിച്ച ബാനറുകളോട് ഗവർണർ എതിർപ്പ് സ്വീകരിക്കുകയും ചെയ്തോടെയാണ് സംഘർഷം രൂക്ഷമായത്. തലസ്ഥാന നഗരമായ തിരുവനന്തപുരം ഉൾപ്പെടെ സംസ്ഥാനത്തെ മറ്റിടങ്ങളിലേക്ക് പ്രതിഷേധം വ്യാപിക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ വൈരാഗ്യം സംസ്ഥാനത്തു രാഷ്ട്രപതി ഭരണത്തിനു വഴിയൊരുക്കാൻ സാധ്യതയുണ്ട്. ഡിസംബർ 11 രാത്രിയിൽ ഖാന്റെ വാഹനവ്യൂഹം തടഞ്ഞ സംഭവത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്കെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 124 വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. രാഷ്ട്രപതി, ഗവർണർ, മറ്റു ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെ നിയമാനുസൃതമായ ചുമതലകൾക്ക് തടസ്സം നിൽക്കുന്ന വിധത്തിൽ ആക്രമിക്കുകയോ ക്രിമിനൽ ബലം പ്രയോഗിക്കുകയോ ചെയ്യുന്നവർക്ക് ഈ വകുപ്പ് ബാധകമാണ്. കേരള പോലീസ് ആദ്യം സമ്മർദ്ദം ചെലുത്തുന്നതിൽ നിന്ന് വിട്ടുനിന്നെങ്കിലും ഖാന്റെ ഇടപെടൽ വിദ്യാർത്ഥികൾക്കെതിരെ 124 വകുപ്പ് പ്രയോഗിക്കാൻ കാരണമായി. 7 വർഷം തടവുശിക്ഷ ലഭിക്കുന്ന 124 വകുപ്പിന്റെ പ്രയോഗം ഈ സംഭവവുമായി ബന്ധപ്പെട്ട ആശങ്കയുടെ തലം ഉയർത്തുന്നു. നിലവിലെ വിജയൻ ഖാൻ സംഘർഷം കൂടുതൽ രൂക്ഷമാകുകയാണെങ്കിൽ കേന്ദ്ര സർക്കാർ 356 വകുപ്പ് ഉപയോഗിച്ച് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അത്തരമൊരു നീക്കത്തെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തന്ത്രപരമായ നേട്ടമായി പോലും ഇടതുപക്ഷം ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിന് കാണാൻ കഴിയും. വലതുപക്ഷ ഫാസിസത്തെ ചെറുത്തുതോൽപ്പിച്ചതിന്റെ വിലയായി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്രത്തിന് അത്തരമൊരു നടപടി രൂപപ്പെടുത്താൻ ഇടതു പാർട്ടികൾക്ക് കഴിയുമായിരുന്നു. ഇത് ഇടതുപക്ഷത്തിന്റെ അടിത്തറ ഇളക്കാനും പിന്തുണ സമാഹരിക്കാനും സാധ്യതയുണ്ട്. കൗതുകകരമായ കേരളത്തിലെ വലതുപക്ഷ പ്രത്യയശാസ്ത്രത്തെ നേരിടാനുള്ള ഇടതുപക്ഷത്തിന്റെ ഇപ്പോഴത്തെ സമീപനം വടക്കൻ കേരളത്തിലെ കൊലപാതകങ്ങളും ബീഫ് ഫെസ്റ്റുകളും പോലുള്ള ചരിത്ര ആഖ്യാനങ്ങളെ ഏറെ ആശ്രയിക്കുന്നതായി തോന്നുന്നു. തെരഞ്ഞെടുപ്പ് വിജയങ്ങൾക്കോ അടിത്തട്ടിൽ അണിനിരക്കുന്നതിനോ പിന്നാലെ പോകുന്നതിനേക്കാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ 3 വർഷം മാത്രം ബാക്കി നിൽക്കെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നത് ഇടതുപക്ഷത്തിന് ഗുണം ചെയ്തേക്കും, പ്രത്യേകിച്ചും സംസ്ഥാന സർക്കാരിന്റെ നിലവിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കണക്കിലെടുക്കുമ്പോൾ. നിലവിൽ ഇടതു നേതൃത്വത്തിലുള്ള കേരള സർക്കാർ വായ്പാ നിയന്ത്രണങ്ങളുടെ പേരിൽ സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരുമായി തർക്കത്തിലാണ്. കടമെടുക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പരിമിതികൾ സാമ്പത്തികമായി തകർന്നു തരിപ്പണമാണെന്നും ഫെഡറലിസത്തിന്റെ തത്വങ്ങളെ ലംഘിക്കുന്നതാണെന്നും കേരളം വാദിക്കുന്നു. എന്നാൽ കേരളത്തിന്റെ തന്നെ സാമ്പത്തിക കെടുകാര്യസ്ഥതയാണ് ഇപ്പോഴത്തെ ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് കേന്ദ്ര സർക്കാർ തിരിച്ചടിക്കുന്നു. നിർഭാഗ്യവശാൽ കേരള സർക്കാർ കേന്ദ്ര സർക്കാരിനോട് വരുമാനം കണ്ടെത്താനുള്ള വഴികൾ തേടാതെ കടമെടുക്കാനുള്ള പരിധി ഉയർത്തണമെന്ന് ആവശ്യപ്പെട്ടു. കേരളം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി നിർണായകമാണ്. വയോജനങ്ങൾക്കുള്ള ക്ഷേമ പെൻഷനുകൾ, സർക്കാർ ആശുപത്രികളിലെ ഇൻപേഷ്യന്റുകൾക്കുള്ള സൗജന്യ അപ്പവും പാലും വിതരണം, വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് എന്നിവയ്ക്ക് തടസ്സം പെൻഷൻ. വിദ്യാർത്ഥി ഗ്രൂപ്പുകളെ വിമർശിക്കാനും മുഖ്യമന്ത്രി തന്നെ വേദനിപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ അടിസ്ഥാനരഹിതമായ സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിക്കാനും ശ്രമിച്ച ഖാനുമായി ചൂടേറിയ പരസ്യ തർക്കത്തിൽ ഏർപ്പെട്ടതിലൂടെ വിജയൻ ശ്രദ്ധ തിരിക്കുകയാണ്. തലക്കെട്ടുകളിൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് ഈ രാഷ്ട്രീയ മുഖാമുഖം നടക്കുമ്പോൾ തന്നെ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചുയരുന്നതും സാധാരണക്കാരുടെ ദൈനംദിന പോരാട്ടങ്ങളും മുൾമുനയിൽ നിൽക്കുന്നു. 72കാരനായ ഖാൻ തന്റെ പരസ്യ പ്രസ്താവനകളിൽ സംതൃപ്തി കണ്ടെത്തിയേക്കാം. ഇടതുപക്ഷ സർക്കാർ സാധ്യതയുള്ള രാഷ്ട്രപതി ഭരണത്തെ അതിന്റെ ഫാസിസ്റ്റ് വിരുദ്ധ നിലപാടുകൾ ശക്തിപ്പെടുത്താനുള്ള അവസരമായി കണ്ടേക്കാം. സാധാരണ ജനങ്ങൾ കേൾക്കാതെയും വിസ്മൃതിയിലുമാണ്. പൊള്ളുന്ന ബില്ലുകളിലൂടെയും ഒഴിഞ്ഞ റേഷൻ കടകളിലെ നീണ്ട ക്യൂവിലൂടെയും അവഗണനയുടെ വർദ്ധിച്ചുവരുന്ന ബോധത്തിലൂടെയുമാണ് അവർ ഈ തലക്കെട്ട് പിടിച്ചുവാങ്ങുന്നത്.
അതെ, കേരള ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള വാക്പോർ ജനങ്ങളുടെ യഥാർത്ഥ ദുരിതങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റി.